ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള മട്ടൻ കുറുമയും നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ് കേട്ടോ. 2 സവാള സ്ലൈസ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളീൻ്റെ പേസ്റ്റാണ് കേട്ടോ. അത് കറീൻ്റെ അനുസരിച്ച് പോലെ നമുക്ക് മസാലേൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മല്ലിത്തളയാണ് കേട്ടോ. മല്ലിത്തള ഒന്ന് ചോപ്പ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ് കേട്ടോ. 3 തക്കാളി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് ഉടയണം കേട്ടോ. പഴുത്ത തക്കാളി ആകുമ്പോൾ കറിക്ക് നല്ലൊരു കളറാണ് കേട്ടോ കിട്ടുക. അതിന് ശേഷം പൊടിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി 2 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് പോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ 1 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊന്ന് പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടും പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് ശേഷം ഞാൻ ഇവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല വേവിച്ചെടുത്തതിന് ശേഷം വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്ന വരെ അടച്ച് വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ ഇവിടെ മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മട്ടൻ വന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 8 വിസിലോളം വെക്കണം. മട്ടൻ്റെ വേവ് അനുസരിച്ച് പോലെ വെച്ചാൽ മതി. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലോട്ട് ഇറച്ചി വെന്തതൊന്ന് കൊട്ടിക്കൊടുക്കുക കേട്ടോ. അത് കൊട്ടിക്കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മൂടി തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ച ശേഷം തിക്കിനനുസരിച്ച് പോലെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നല്ല തിക്കാണെങ്കിൽ നമുക്ക് തിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. കൂടുതലാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് മല്ലിയില ഒന്ന് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് അടുത്തത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം വന്നിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം 1 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നെയ്ച്ചോറിൻ്റെ അരീൻ്റെ അനുസരിച്ച് പോലെ നെയ്യ് എടുക്കുക കേട്ടോ. അതിന് ശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഓയിൽ ഒഴിക്കണം. ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. ഓയിൽ ഒഴിക്കണം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് മുന്തിരിയില്ല, ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ്. അത് കുറച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 സവാള ഇത് നന്നായിട്ടൊന്ന് ഒരുപാട് ബ്രൗൺ കളറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വാടി വെച്ച് നെയ്ച്ചോറിൻ്റെ കളറ് കറുത്ത് പോകും. അതുകൊണ്ട് കുറച്ച് വാടിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം മല്ലിയില നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നെയ്ച്ചോറിന്. അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കിയ ശേഷം ഒരുപാട് നമ്മൾ കരിക്കാൻ പാടില്ല ഉള്ളീനെ. അപ്പോൾ നെയ്ച്ചോറ് ഒരു കറുത്ത കളർ പോലെ ആവും. അപ്പോൾ കുറച്ചൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതും ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വേഗം കറുത്ത് പോകും. ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലാണ് അരി എടുത്തത്. ആ അരി എടുത്തതിൻ്റെ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. അതേ അളവിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അരി ഒന്നും ഒട്ടാണ്ട് കിട്ടും.
നാരങ്ങ ഇല്ലാത്ത കാരണം ഞാൻ ഒഴിച്ചില്ല കേട്ടോ. അതിന് ശേഷം മൂടി വെച്ച ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം അരിയിടുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാണ് നല്ല നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് തരിക. അരി ഒന്ന് കൊട്ടിക്കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു 1/4 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ഊരാൻ വെച്ചു. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് അരി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചാൽ വേഗം നമുക്ക് അരി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അരി വേഗം ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് എല്ലാവിടെയും ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ലാസ്റ്റ് ദമ്മിടുമ്പോൾ ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കും. നെയ്യ് ലാസ്റ്റ് ഒഴിച്ചാൽ നല്ലൊരു മണമായിക്കോട്ടും കിട്ടുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറിന്. അതിന് ശേഷം കണ്ടോ നല്ല ചൂട് നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാൻ ദമ്മിലാണ് വെച്ചത്. അതിന് ശേഷം ചോറ് നല്ല ചൂടുള്ള നെയ്ച്ചോറും നല്ല ഇറച്ചിക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇത് കുറുമയാണെന്ന് പറയുക. ഉരുളക്കിഴങ്ങും ഇറച്ചിയൊക്കെ ഇട്ടിട്ടൊരു നല്ലൊരു കറിയാണ് കേട്ടോ. കല്യാണ വീട്ടിലൊക്കെ കിട്ടണ നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് മട്ടൻ പറയുമ്പോൾ മട്ടൻ്റെ കറി അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ